എന്നേശുവിൻ കരങ്ങളിലാ വീഴുന്നതു നീരല്ല എന്നേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം 8 മുതൽ 10 വാക്യങ്ങൾ വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് അവകാശികളായ ഈസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഗൂഢാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നമ്മൾ വായിച്ച് ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിമിതമുള്ള ദൈവത്തിന്റെ വചനമാണ്. ഈ അധ്യായം മുഴുവനും വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻ പിതാക്കന്മാർ തങ്ങൾ ഇത് ചെയ്ത് വിശ്വാസത്തോടെ മുൻപോട്ട് പോയി ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ അവകാശമായി കർത്താവ് തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തதை അവർ അവകാശമായി പ്രാപിച്ച് അവർ ഇത് ചെയ്തു ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാടിനെ അവർ അന്വേഷിക്കുവാൻ ഇടയായി. കർത്താവിന്റെ വാഗ്ദത്തം ബന്ധപ്പെട്ട ദേശത്ത് അവകാശമായി ആയിരുന്നാലോ അവർ അതിനെക്കുറിച്ച് പറയാതെ ദൈവം തങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ് ഒരു ഭവനത്തിനായി അവർ എന്ത് ചെയ്തു കാത്തിരുന്നു. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടവരെ അനുസരിച്ച് എവിടേക്ക് പോകണം എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനെ കുറിച്ച് ദൈവം അവനെ വിളിച്ചപ്പോൾ എവിടേക്കെന്ന് അറിയാതെ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യും, അല്ലെങ്കിൽ കർത്താവിനെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങണം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടപ്പോൾ എന്താണ് ചെയ്ത് അനുസരിച്ച് എവിടേക്ക് പോകണം എന്നറിയാതെ പുറപ്പെട്ട്. നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ദൈവം നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ அதை നാം വിശ്വസിക്കാൻ പഠിക്കണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് എവിടേക്കും അറിയാതെ അവൻ പുറപ്പെട്ടു. വായിക്കാം. 12-ാം അധ്യായം 1 മുതൽ 5 വാക്യങ്ങൾ വായിക്കാം. വചനം എന്താണ് പറയുന്നത്? അബ്രഹാമിനോട് എന്താണ് പറഞ്ഞത്? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം കൽദേർ പട്ടണത്തിൽ യാത്ര ചെയ്ത് ഹാറാനിൽ വന്ന് താമസിക്കുമ്പോൾ ഹാറാനിൽ വെച്ച് അബ്രഹാമിന്റെ തകപ്പൻ മരിച്ചു. അതിനുശേഷമാണ് അബ്രഹാമിന്റെ അപ്പൻ മരിച്ചുപോയി. അതിനുശേഷമാണ് ലോത്തും അബ്രഹാമും യാത്ര ചെയ്ത് ഹാറാൻ ദേശത്ത് എത്തിയത് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൽദേരുടെ പട്ടണത്തിൽ ദൈവം അവർക്ക് എങ്ങനെ പ്രത്യക്ഷനായി. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വാക്യങ്ങൾ. നമ്മുടെ പിതാവാകിയ അബ്രഹാം ഹാറാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ആരാണ്? തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പൊ അബ്രഹാം എവിടെ വന്ന് പറഞ്ഞത്? ഹാറാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അതിനർത്ഥം ദൈവത്തെ അവൻ മുഖമായി കണ്ടതുകൊണ്ടാണ്, അവന്റെ വാക്ക് അവൻ വിശ്വസിച്ചുകൊണ്ടാണ് അനുസരിച്ച് അവൻ ഇറങ്ങി വന്നു. അവിടെ വിശ്വാസത്തോടെ അനുസരണയോടെ
എവിടേക്ക് അറിയാതെ അവൻ പുറപ്പെട്ട്. നമ്മളും ഈ വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ജീവനുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നാം എവിടേക്കോ വീഴ്ന്നു പോകുന്നുണ്ടോ അവിടേക്ക് നമുക്ക് ജീവൻ കൊടുത്ത് നമ്മളെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് കർത്താവ് എന്നോട് ഇടപെടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയത്തില്ല. ഇത് നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പലപ്പോഴും വീഴ്ന്നു പോകുന്ന സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ട്. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് അറിയാമോ? നാം മടങ്ങി ദൈവത്തോട് നാം യഥാസ്ഥലപ്പെട്ട് ഈ ക്രിസ്ത്യ ജീവിതം വിശ്വാസത്തോടെ ഓടി അവസാനിക്കണം. വീഴ്ന്ന് കിടക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, അതിൽ എടുപ്പിച്ച് വിശ്വാസത്തോടെ നാം ഓടി നാം അവസാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, തേജോമയനായ ദൈവത്തെ അവൻ കണ്ടത് മുഖാന്തരം ഇത് ചെയ്ത് അവൻ ഇറങ്ങി പുറപ്പെട്ട് വാക്കുതത്തപ്പെടപ്പെട്ട ദേശത്തിലേക്ക് അവൻ എത്തി. അതിനുശേഷം അറിയാം, കർത്താവ് അവരോട് വെളിപ്പെട്ട് എന്താണ്? നീ ഇറങ്ങി നടക്കുക, ഇടതോട്ടോ വളതോട്ടോ നിനക്ക് എത്രമാത്രം നടക്കാൻ കഴിയുമോ അത്രമാത്രം നീ നടക്കുന്ന അല്ലെങ്കിൽ നീ നടന്നു പോകുന്ന സ്ഥലമൊക്കെ നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തു. കൽദായരുടെ ദേശം വിട്ട് ആറാണിയിൽ വന്നു പാർത്തു. അപ്പോഴാണ് അവന്റെ പ്രായം 75 വയസ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ കൽദായരുടെ പട്ടണത്തിൽ വെച്ച് ദൈവം അവർക്ക് പ്രത്യക്ഷനായി. പ്രായം പറഞ്ഞിട്ടില്ല, അത് എത്ര സമയം എടുത്ത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, നാളെ വാക്യം. ഞാൻ പറയുന്നത് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട വ്യക്തി പഴയ ചരിത്രം എടുത്ത് പറയുന്നത്. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. കർത്താവ് വിശ്വാസത്തിലായിരിക്കുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചെങ്കിൽ നാം എന്ത് ചെയ്യണം? അനുസരണം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. അബ്രഹാം അനുസരിച്ച് വിശ്വാസത്താൽ താൻ പ്രാപിച്ച വാക്കുതത്വത്തെ അവൻ പ്രാപിക്കുവാൻ ഇടയായി. ഇതൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് മടങ്ങി വരാം. എബ്രായർക്കെഴുതിയിരിക്കണം 11-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തോട് നാം കടന്നു വരാം. അതേക്കുറിച്ചാണ് ഇതിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വചനം പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അവൻ വാക്കുതത്തപ്പെട്ട ദേശത്തേക്ക് അവൻ ചെയ്തു കടന്നു വന്നു. അവിടെ താമസിച്ചു. അവന്റെ മകൾ ഇസഹാക്ക് താമസിച്ചു. അതിനുശേഷം യാക്കോബ്, ഏശ അവരുടെ തലമുറകൾ താമസിച്ചു. പക്ഷെ അവൻ എന്തിനു വേണ്ടി കാത്തിരുന്ന്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വാക്കുതത്തം பண்ணപ്പെട്ട ദേശത്തിൽ ആയിരുന്നാലും അവന്റെ കൺ എവിടെയായിരുന്നു? അവന്റെ വിശ്വാസം എവിടെയായിരുന്നു? ദൈവം തനിക്ക് വേണ്ടി അടിസ്ഥാനമുള്ള ഒരു നഗരത്തിനായി അവൻ കാത്തിരുന്നു. അബ്രഹാം ജീവിതത്തിൽ നാം പഠിക്കാൻ വേണ്ടി വളരെ മുഖ്യമായ ഒരു കാര്യം, നാം ഇവിടെ പാർക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ പാർക്കുന്നുണ്ട്. കർത്താവ് നമുക്കൊരു ഭവനം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അല്ലെങ്കിലും വാടകയ്ക്ക് താമസിക്കാൻ നമുക്കൊരു ഭവനമുണ്ട്. നാം എല്ലായ്പ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത്. നാം ഒരു ദിവസം ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാൽ നാം എവിടേക്ക് പോകണം? ദൈവം എനിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളമായ ഭവനത്തിൽ നാം എത്തണം. അതിനായി ദൈവം എന്നെയും നിങ്ങൾ വിളിച്ചെങ്കിൽ നാം ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ അനുസരണയോടെ നാം ആ നഗരത്തെ ആശിച്ചുകൊണ്ട് ആ നഗരത്തിനായി നാം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പക്ഷെ നമ്മുടെ ഇതിപ്പോ എന്താണ്? ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓട്ടം. ശരിയാണോ? നമ്മുടെ ഓട്ടം എന്താണ്? ഇവിടെ ജീവിക്കാൻ പോകുന്നു, യുഗയുഗമായി നമ്മൾ ഇവിടെ ജീവിക്കാൻ പോകുന്നു പറഞ്ഞാണ് നമ്മളുടെ ഓട്ടം. നമുക്ക് ഓടാം. ആടാ നാം പറയുന്നത്, നിങ്ങൾ ബലത്തിൽ ഓടാതെ ദൈവത്തിന്റെ ബലത്തിൽ ഓടുക. ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓടണം, ஆனால் സ്വന്തം ബലത്തിൽ ഓടരുത്. ദൈവത്തിന്റെ ബലത്തിൽ നിങ്ങൾ മുൻപോട്ട് പോയാൽ പറയട്ടെ, നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം നടത്തിത്തരും. ഇനി യാതൊന്നും കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. ஆனால் നിങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ പാറമേൽ ആണെങ്കിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും പെരുമഴ വന്നാലും നിങ്ങൾ വീഴ്ന്നു പോകത്തില്ല. ഇവിടെ അബ്രഹാം ആ തേജോമയന ദൈവത്തെ കണ്ടതുകൊണ്ട് എന്തായി? അവൻ ആ ദൈവത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു നഗരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്, ഞാൻ അതിനായി കാത്തിരുന്ന്. നിങ്ങൾ നാം കാത്തിരിക്കുന്നുണ്ടോ? നമ്മൾ അവിടേക്ക് എത്തണം എന്നൊരു കാത്തിരിപ്പ് നമുക്കുണ്ടോ? ഇല്ല. പലപ്പോഴും എനക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല.
പക്ഷെ ഈ നാളിൽ ദൈവം നമുക്ക് നൽകപ്പെട്ട ബോധ്യം എന്താണ്? നാം ഈ ഭൂമിയിൽ ഈ വഴിയായി നാം യാത്ര ചെയ്ത് നാം അവിടേക്ക് എത്തണം. ഈ ഭൂമിയിൽ നാം യാത്ര ചെയ്യുമ്പോൾ നാം ചെയ്യ വേണ്ടിയ കാര്യം എന്താണ്? വിശ്വാസം, ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുക, വിശുദ്ധിയും വേറുപാടും ജീവിക്കണം. നാം പ്രാർത്ഥനയുടെ ഒരുക്കത്തോടെ കാത്തിരുന്നാൽ നമുക്ക് എവിടെ എത്താൻ കഴിയും? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്ന പോലെ നമുക്ക് കാത്തിരിക്കുവാൻ കഴിയും. ഇത് അബ്രഹാം വിശ്വസിച്ച് അവൻ കാത്തിരുന്നു. നമ്മൾ കാത്തിരിക്കുന്നതിന് വേണ്ടിയാണ് നല്ലൊരു ഭവനം കിട്ടണം, കുറേ പണം കിട്ടണം, നല്ലൊരു കാർ വാങ്ങണം, അല്ലെങ്കിൽ നമുക്കൊരു സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ ഓട്ടി നമുക്ക് മതിയായി. ഇനി നമുക്കൊരു ബൈക്ക് വാങ്ങണം, വില കൂടിയത് എന്താണ്? ബുള്ളറ്റ്, 3 ലക്ഷം. അത് മതി. അത് വാങ്ങിയാൽ നമ്മൾ എന്ത് തോന്നും? അടുത്തത് ഒരു കാർ വാങ്ങണം. ആ കാർ വാങ്ങിച്ച ശേഷം നമുക്ക് എന്ത് തോന്നും? വാങ്ങിച്ച കാറെ കാട്ടിലും വില കൂടിയ കാറ് വാങ്ങണം. ഞാൻ പറഞ്ഞത് നമ്മളുടെ എന്താ പറയാ പ്രതീക്ഷകൾ എന്താണ്? ഒരിക്കലും അതിന് കുറയത്തില്ല. ഞാൻ പറയട്ടെ, നമുക്ക് കിട്ടേണ്ട വരുമാനം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അതുപോൽ ജീവിക്കാൻ നമ്മൾ തുടങ്ങും. പണ്ട് നിങ്ങൾക്ക് 1000 രൂപ കിട്ടി, ജീവിച്ച് ഇന്ന് 10,000 കിട്ടിയിട്ട് നമുക്ക് തികയുന്നുണ്ടോ? 1000 എവിടെ ഉണ്ടായിരുന്നു? 10,000 എവിടെ ഉണ്ട്? ഏകദേശം 9,000 നമുക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും 1000 രൂപ കിട്ടിയപ്പോൾ ജീവിച്ച സന്തോഷം, സമാധാനം ഇപ്പോ ഇല്ല. ഞാൻ പറഞ്ഞു ശരിയാണോ? തെറ്റാണെങ്കിൽ പറ. അതിനർത്ഥം നമുക്ക് എത്ര കിട്ടിയിട്ടോ അത് നമുക്ക് മതിയാവുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഇഷ്ടങ്ങൾ കുറേയെണ്ണമുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമ്മൾ കയ്യിൽ കിട്ടുന്ന പൈസ തികയുന്നില്ല. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്ത് കടത്തിലോട്ട് കടന്നു പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ്? ബാങ്കുകാർ നാം ലോൺ അന്വേഷിക്കുമെങ്കിൽ നമുക്ക് വേറെ മെസ്സേജ് എന്താണ്? എല്ലാം ലോണ് കുടിച്ചാണ്. അതുകൊണ്ട് എന്താണ്? നാം കടത്തിൽ പോയി നമ്മൾ തന്നെ ചാടി പിന്നെ ലോൺ കെട്ടാത്ത ഒരവസ്ഥ നമുക്ക് വന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ ദയവായി അത് തെറ്റെടുക്കരുത്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ആയിരിക്കുന്ന അല്ലെങ്കിൽ അവസ്ഥയിൽ നമ്മൾ യാതൊരു തൃപ്തരല്ല. നമ്മൾ കയ്യിൽ കിട്ടിയതാണ്, അത് അടിച്ചു പൊളിക്കണം. ഒന്ന് ഇല്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ മതി, ഉടനെ നമ്മളത് ചെലവാക്കി പഠിച്ചെടുക്കണം. ഞാൻ പറഞ്ഞത്, നിങ്ങൾ കയ്യിൽ എത്ര കിട്ടിയാലോ നിങ്ങൾ ആദ്യം ദൈവത്തോട് നന്ദി പറയുക. കർത്താവേ, എനിക്കിത് ഇത്രയുണ്ട്. ഇത് അനാവശ്യ ചെലവുകൾ, ഒരു മെഡിക്കൽ ചെലവോ അനാവശ്യ ചെലവോ ഒന്നും വരാതെ ദൈവം സൂക്ഷിക്കണം. ഞാൻ കടത്തിലോട്ട് പോകരുത് എന്ന് നിങ്ങൾ ഇത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യവും പ്രാർത്ഥനയോടെ നിങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുക തന്നെ ചെയ്യും. അത് ഒരിക്കലും കുറയത്തില്ല. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിച്ചപ്പോൾ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം ഉള്ളതുമായ നഗരത്തിനായി അവൻ കാത്തിരുന്നു. അവൻ ദൈവത്തെ മുഖമായി കണ്ടതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനോ അത് അനുസരിക്കുവാനോ അവൻ പഠിച്ചു. വിശ്വാസമില്ലാതെ അനുസരണ കാണത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ അനുസരണ തീർച്ചയായിട്ട് കാണും. അതേപോലെ അവരുടെ കണ്ണുകൾ എപ്പോഴും എന്തിനെ ആകർഷിച്ചിരുന്നത്? കർത്താവ് തനിക്ക് വേണ്ടി ഒരു നഗരം പണിയാൻ കൂടെ അതിനു വേണ്ടി അവൻ ചെയ്ത് കാത്തിരുന്നു. നമ്മുടെ കണ്ണ് എന്ത് ചെയ്യണം? ആ നഗരത്തിനായി നാം കാത്തിരിക്കണം. യോഹന്നാൻ 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കാം. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നാം നിങ്ങളോട് പറയുമായിരുന്നു, നാം നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നാം പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, നാം ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളും. യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വചനമാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കും. ഒരുക്കിയിട്ട് കർത്താവ് പറയുന്നതാണ്, ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകും. ഇത് നമുക്ക് നൽകപ്പെട്ട പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ വചനത്തെ എല്ലായ്പ്പോഴും നിങ്ങൾ
എല്ലാ ദിവസവും വായിക്കുന്നത് നല്ലത്. കർത്താവ് എന്നെ വന്ന് എന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായി കർത്താവെ സ്തോത്രം. പക്ഷേ അതേ സമയം ഈ ഭൂമിയിൽ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണ്, നമ്മുടെ വിശ്വാസം എല്ലാം നമുക്കായി നിർമ്മിക്കപ്പെട്ട ഭവനത്തെ നോക്കി കാത്തിരിക്കണം. ഈ ഭൂമിയിൽ ഭവനം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ടെമ്പററി ആണ്. നാം ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കണ്ണ് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നൽകപ്പെട്ട വസ്തുക്കളോ അതിന്റെ മേൽ കൺ വയ്ക്കരുത്. പകരം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക.